പോയ വർഷങ്ങളിൽ ചാമ്പ്യൻസ് ലീഗിൽ നിന്നേറ്റ തിരിച്ചടികളുടെ മുറിവുകളെല്ലാം ഉണക്കുന്ന ഒരു പ്രകടനം, ജയം. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പാണിത്. ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടമെന്ന സ്വപ്നതുല്യ നേട്ടം. വമ്പൻ താരങ്ങളുടെ പിറകെ പോയിരുന്ന PSG എന്ന ക്ലബിന്റെ പുനർജന്മ കൂടിയായിരുന്നു മ്യൂണിക്കിലെ അലയൻസ് അരീനയിൽ കണ്ടത്. തന്നെ കിരീടമെന്ന സ്വപ്നത്തിലേക്ക് വർഷങ്ങളായി PSG നടത്തിയ ശ്രമങ്ങൾ ചെറുതല്ല. ഫുട്ബോൾ ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ച ട്രാൻസ്ഫറിലൂടെ ബാഴ്സയുടെ നെഞ്ചിൽ നിന്ന് നെയ്മറെ പാരീസിൽ കൊണ്ടുവന്നു. പക്ഷേ കിരീടം കയ്യകലത്ത് തന്നെ തുടർന്നു. 2017-18 നെയ്മറിനൊപ്പം എംബാപ്പയെ കൂടി ടീമിലെത്തിച്ച് PSG വലിയ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി. റൗണ്ട് 16 പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് തോറ്റു പുറത്തായതോടെ ആ സീസണിലെ കിരീട സ്വപ്നങ്ങൾ അവസാനിച്ചു. തുടർച്ചയായ പരിശ്രമങ്ങളുടെ ഫലമായി 2019-20 സീസണിൽ നെയ്മർ, ഡിമരിയ, എംബാപ്പെ കരുത്തിൽ PSG ഫൈനലിൽ പ്രവേശിച്ചു. എന്നാൽ ബയേൺ മ്യൂണിക്കിന്റെ ഒറ്റ ഗോൾ PSG കിരീടമോഹങ്ങൾ തകർത്തെറിഞ്ഞു. കിരീട വരൾച്ചയ്ക്ക് അറുതി വരുത്താൻ ഫുട്ബോൾ ഇതിഹാസം മെസ്സിയെ തന്നെ PSG ടീമിലെത്തിച്ചു. കോടിക്കണക്കിന് തുക ചെലവഴിച്ചിട്ടും നെയ്മർ, എംബാപ്പെ, സാക്ഷാൽ ലയണൽ മെസ്സി അടക്കമുള്ള താരനിര വന്നിട്ടും യൂറോപ്യൻ കിരീടം PSGക്ക് കിട്ടാക്കനിയായി തുടർന്നു. അവിടേക്കാണ് PSG സൂപ്പർ താര സ്നേഹത്തെ പൊളിക്കാൻ എൻറിക്കെ എത്തുന്നത്. 2023 എൻറിക്കെ കാലെടുത്ത് വെച്ചത് താരനിബിഡമായ PSG-ലേക്കായിരുന്നു. മികച്ച പൊസിഷനിലുള്ള താരത്തിന് പാസ് നൽകാത്ത PSG മുന്നേറ്റ നിരയും മധ്യനിരയും ഐക്യം ഒട്ടുമേയില്ലാത്ത ക്ലബ്ബെന്ന് വിളിച്ചോതി. കിരീടത്തിലേക്ക് എത്താതെ വന്നതോടെ നെയ്മർ ഓരോ വട്ടം ബോൾ തൊടുമ്പോഴും ആരാധകർ കൂവലോടെ അദ്ദേഹത്തെ നേരിട്ടു. PSG-യിലെ സെലിബ്രിറ്റി യുഗം അവസാനിപ്പിക്കുക എന്ന മുന്നറിയിപ്പാണ് ആദ്യം എൻറിക്കെ നടത്തിയത്. ആദ്യം നെയ്മറും പിന്നീട് മെസ്സിയും ടീമിട്ടു. സീസൺ അവസാനത്തോടെ ഏറ്റവും പ്രിയപ്പെട്ട റിയൽ മാഡ്രിഡിലേക്ക് എംബാപ്പയും പോയി. എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ എൻറിക്കെ PSG കളിരീതിയെ മാറ്റിമറിച്ചു. എല്ലാവരും ഒന്നിച്ച് പ്രസ് ചെയ്യുകയും ഒന്നിച്ച് പ്രതിരോധിക്കുകയും ചെയ്യുന്ന രീതി PSG-യിൽ ഉണ്ടാക്കിയെടുത്തു. പുതുക്കിയ ചാമ്പ്യൻസ് ലീഗ് പോരാട്ടത്തിൽ അത്ര മികച്ച തുടക്കമായിരുന്നില്ല PSG-യുടേത്. ഗ്രൂപ്പ് സ്റ്റേജിൽ 5 മത്സരങ്ങളിൽ നിന്നും ജയിച്ചത് 1-ൽ മാത്രവും 26-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. എന്നാൽ എൻറിക്കെയും സംഘവും പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല. ആക്രമണവും പ്രതിരോധവും പന്തടക്കവുമെല്ലാം എല്ലാവരും ചെയ്യേണ്ടുന്ന മൾട്ടി പൊസിഷണൽ തന്ത്രമായിരുന്നു എൻറിക്കേടേത്. അതുമായി സരസപ്പെടാൻ താരങ്ങൾ സമയമെടുത്തു. പക്ഷേ PSG-ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. യൂറോപ്യൻ കിരീടമെന്ന ശാപം മറികടക്കുകയായിരുന്നു അവർ. ചോരാത്ത കൈകളുമായി ഡൊണ്ണരുമ PSG-യുടെ ഗോൾവല കാത്തു. ഫാബിയാൻ റൂയിസും വിറ്റീനയും ജാബോ നൈവസും എല്ലാം മധ്യനിരയിൽ ഒഴുകിക്കളിച്ചു. ഹക്കീമിയും മാർക്കിനോസും വില്യൻ പാച്ചോയും നൂനോ മെൻഡസും ഒന്നിച്ച പ്രതിരോധം കോട്ട പോലെ PSG-യെ കാത്തു. അലയൻസ് അരീനയിൽ എൻറിക്കയുടെ PSG ഇന്ററിനെ കീഴടക്കുക മാത്രമായിരുന്നില്ല, അക്ഷരാർത്ഥത്തിൽ കൊന്നു കൊലവിളിക്കുകയായിരുന്നു. ആരാധകർ സ്വപ്നം കണ്ട ഒരു സീസൺ 4 കിരീട നേട്ടങ്ങളിലൂടെ PSG അവസാനിപ്പിക്കുകയായിരുന്നു. എല്ലാത്തിനും കാരണമായത് സ്പാനിഷ് ക്ലബ് ബാഴ്സലോണയെ കിരീട നേട്ടങ്ങളിലേക്ക് നയിച്ച ആ മനുഷ്യനായിരുന്നു. മെസ്സിയോ നെയ്മറോ എംബാപ്പയോ ഇല്ലാത്ത ഒരു ടീമിനെ കിരീട നേട്ടങ്ങളിലേക്ക് നയിച്ച എൻറിക്കെ. ഒരു ദശാബ്ദത്തിന്റെ വ്യത്യാസത്തിൽ 2 വ്യത്യസ്ത ടീമുകളുമായി എൻറിക്കെ ചാമ്പ്യൻസ് ലീഗ് ഉയർത്തിയിരിക്കുന്നു. PSG-യുടെ ഭൂതകാലം മാറ്റിയെഴുതുക മാത്രമായിരുന്നില്ല അദ്ദേഹം, മറിച്ച് അതിലെ മോശം ഭാഗങ്ങൾ മായ്ച്ചു കളയുക കൂടിയായിരുന്നു.